ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ വൈബ് ആൻഡ് സ്പൈസിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമുക്ക് ഇന്ന് നല്ല ഗ്രേവിയോട് കൂടി നല്ലൊരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? അപ്പത്തിനും ചോറിനും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായി 4 സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ഒരു തക്കാളി, കറിവേപ്പില, ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു പകുതി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മസാലകളൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. അതുവരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ പാനൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിൽ നന്നായി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മുഴുവൻ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു വശം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ മുഴുവനും ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വശം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ചിക്കൻ വറുത്ത അതേ പാനിൽ തന്നെ ഒരു ചെറിയൊരു സവാള, ഇഞ്ചി കട്ട് ചെയ്ത്, വെളുത്തുള്ളി കട്ട് ചെയ്ത്, ഇത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയുടെ പകുതി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ തക്കാളി നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് ചൂടാക്കാം. പാൻ നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നന്നായി ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള മുഴുവനും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം.
പൊടികളുടെയൊക്കെ പച്ചമണം മാറി നന്നായിട്ട് ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് പിടിക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ മുഴുവനും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ വെള്ളം ചേർക്കണ്ടേ. അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ മിസ്സായതാണ്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകത്തിനാണോ നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പം നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള കറിയാണ്. അപ്പത്തിനും ചോറിനും ചപ്പാത്തിയും കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നോടം വരെ എല്ലാവരോടും ടാറ്റ ബൈ ബൈ.